എപ്പിസോഡ് ഒച്ച വെച്ച് കരഞ്ഞിട്ട് കേട്ടില്ല 10 വർഷം മുമ്പ് കൺട്രോൾ റൂമിൽ അരുണാണോടാ? എടാ നിനക്ക് എന്തേലും എന്നെ വിളിച്ച് പറയാനുണ്ടെങ്കിൽ എന്റെ ഫോണിൽ വിളിച്ചു വരണം. നീ ഈ സാധനത്തിനകത്തിരുന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇതൊരു ചടങ്ങ് പോലെ കൂടെ കൊണ്ട് നടക്കുക കേട്ടടാ. എന്നെ ഇത് ഹിമക്കരടിയോ? താൻ എന്നോട് ഈ കോമഡി വേഷത്തിൽ സാർ തണുപ്പടിച്ച പനി പിടിക്കുന്ന അമ്മച്ചി പറഞ്ഞു. എന്ന് വെച്ചാൽ ഹിമാലയത്തിന്റെ അടിയിലാണ് ഡ്യൂട്ടിക്ക് നിൽക്കുന്നത്. ഹിമാലയത്തിന്റെ കാര്യം പറയുമ്പോഴാ സാറിനോട് കാര്യം ചോദിക്കാണ്ടിരിക്കുവായിരുന്നു. സാർ ഇന്നലെ ലോക ബലൂൺ ദിനമായിരുന്നു. ബലൂൺ ദിനോ? സാറിന്റെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് കണ്ടു ഒരു ബലൂൺ വന്ന് കടലിൽ വന്ന് വീഴുന്നത്. ഇന്ത്യക്ക് അഭിമാനമായ സുനിത വില്യംസ് വന്നിറങ്ങിയത് നീ ഒന്നും അല്ലാണ്ടാക്കി കളഞ്ഞല്ലോടാ. ബലൂൺ ദിനം അല്ലേ? സുനിത ചേച്ചി ഉറപ്പാതാ. എടാ സുനിത ചേച്ചി ഈ 100 രൂപയ്ക്ക് ചാളം മേടിക്കാൻ പോയതാ. തിരിച്ചു വന്നപ്പോ ഓട്ടോ കിട്ടിയില്ല, അതുകൊണ്ട് ബലൂണിൽ കൊണ്ടിറക്കി. നിന്റെ നെഞ്ചിലെ കല്ലിറങ്ങിയോ? ഭയങ്കര ദേഷ്യത്തില്ല സാർ, വല്ലാണ്ട് ദേഷ്യത്തില്ല. എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകം നിനക്കറിയാമോ? ശിശുദിനം അല്ലേ? ഓഹോ അല്ലേ. രാവിലെ എന്റെ വീട്ടിൽ വന്ന് 2 പ്ലേറ്റ് ചോറും അതിനകത്ത കറി കൂട്ടിക്കൊഴിച്ച് നിന്ന് ഒരു പടല പടം കുത്തിക്കിട്ടിട്ട് പറയാൻ പറ്റില്ലടാ മങ്കിക്കാപ്പ് ഇന്നെന്റെ കല്യാണാണെന്ന്. എന്നൊന്ന് ഫോർഗോട്ടി. ബാക്കിയുള്ളവൻ ആശിച്ചും മോഷിച്ചും കാട്ടിച്ചും മൂട്ടിച്ചും അല്ലേ? ബാക്കിയുള്ളവൻ ഹാഷിച്ചു. ബാക്കിയുള്ളവൻ കൊതിച്ചൊരു കല്യാണം കഴിച്ചതാ. അവളാണെങ്കിൽ ന്യൂസിലൻഡിൽ നേഴ്സും. രാവിലെ 6 മണി എടുത്ത ഫ്ലൈറ്റിൽ അവള് കയറി പോകും. എന്നെ പിടിച്ച് ഡ്യൂട്ടി കിട്ടേക്കണം. 3 മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് പോകാനോ? സാരമില്ല. എന്തോന്നും സാരിയില്ല. ഇതൊരുമാതിരി ലോട്ടറി അടിച്ചിട്ട് വാങ്ങിയത് കാശിയായിരുന്നു പറയണ പോലെ. അതിനിടയ്ക്ക് സാറ് ലോട്ടറി അടിച്ചു. അടിച്ചാ ലോട്ടറി അടിച്ച കാര്യമാണോ ഞാൻ പറഞ്ഞത്? സാറിൽ ഇപ്പൊ ലോട്ടറി അടിച്ചതിനോട് പറഞ്ഞു. ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ ലോട്ടറി അടിച്ചതാണല്ലോ. ലോട്ടറി അടിച്ച് പറഞ്ഞാൽ ലോട്ടറി അടിച്ചതല്ലേ? ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ ലോട്ടറി അടിച്ചതാണല്ലോ. എപ്പോഴാണ് ലോട്ടറി അടിച്ച് പറഞ്ഞാൽ ലോട്ടറി അടിച്ചതന്നെയാ? എന്റെ കുട്ടിക്കാടമ്മേ, കാശ് കൊടുത്താൽ കുറച്ച് തലച്ചോറ് കിട്ടുമായിരുന്നെങ്കിൽ അവനത് മേടിച്ചു വെച്ച് കൊടുക്കായിരുന്നു. എന്റെ പൊന്നി പേശി ദേവത്തോടത്ത് താൻ വിട്ടില്ല കേട്ടോ. അല്ല സാർ, ചെറിയൊരു സംശയം. സാർ എടുത്ത് കാരുണ്യ ലോട്ടറി ആണോ അത് വിൻ ആണോ? വരത്തെറിയാൻ പറയൂ. വേണ്ട, ഒന്നാമത്തെ മനുഷ്യന് പൊളിഞ്ഞു പൊട്ടി നിൽക്കുക. താൻ ദേവത്തോടത്ത് എന്നോട് മിണ്ടാൻ നിൽക്കില്ലേ? എത്ര വണ്ടി പിടിച്ചോ? നിന്റെ വായിൽ പഴാണോ? എത്ര വണ്ടി പിടിച്ചത്? സത്യം പറയണ, നീ റോട്ടിൽ കൂടെ സിപ്പപ്പ് കുടിച്ചു കിടന്നപ്പോ മന്ത്രി നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് പോലീസ് എനിക്ക് ജോലി കിട്ടിയത്. അന്നാ നിന്നോട് PSCക്ക് ചോദിച്ചത് മോട്ടു മൊയിലിന് വഴി കണ്ടുപിടിച്ചു കൊടുക്കാനാ. അല്ലെങ്കിൽ നീ എങ്ങനെയാടാ ജയിക്കുന്നത്? നീ എങ്ങനെയാ ചെയ്യുന്നത്? സാർ ഒരു തോന്നുന്ന ദിവസം പറയരുത്. നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്ത് പരീക്ഷ ജീവിച്ചൊരു പയ്യന്റെ മാമൻ വിളിക്കണം. മാമനൊക്കെ എന്നെ എടുക്കാൻ വേണ്ടിട്ട്. മാമാ ഹലോ മോനെ മാമനാ. പറഞ്ഞേ മോനെ. മോന്റെ ഭാര്യ നാളെ സ്വിറ്റ്സർലൻഡ് അങ്ങോട്ട് പോവല്ലേ? അപ്പൊ മോന്റെ ലൗകിക ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാമനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. മോന്റെ അയ്യോട് മോൻ ചെന്ന് ചോദിക്കണം, മോനും സ്വിറ്റ്സർലൻഡ് അങ്ങോട്ടേക്ക് പോവാൻ സമ്മതിക്കുമെന്ന്. എന്നാ മോനെ നെല്ലിടിക്കുന്ന സൗണ്ട്? ഞാൻ പിന്നെ വിളിക്കാം. അമ്മയുടെ ആങ്ങളെ പിള്ളേരെ തമ്പയ്ക്ക് വിളിക്കായിരുന്നു. സ്വിറ്റ്സർലൻഡിലേക്ക് ട്രാൻസ്ഫർ കിട്ടും. എന്തുവാടോ? വയർലെസ് ഇത് ഒരുപാടുണ്ടല്ലോ. ഈ വയർലെസ് ആണ്. ആകാശവാണി. കരിയിലകൾ മൂടിയ വഴിത്താരകൾ നാടകം സമാപിച്ചു. ഒരു എസ്സയുടെ വയർലെസ് കേൾക്കണതാ വയലും വീടും. നല്ല രസമുണ്ടല്ലേ? അന്ന് താളം പിടിക്കണം. ഓഫ് ചെയ്ത് വെക്കണം. സാറ് വന്നപ്പോ തൊട്ട് ഭയങ്കര ചൂടാട്ടോ. അത്ര ചൂട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ ഒരു മുട്ട പൊട്ടിച്ച് എന്റെ തലയിൽ അങ്ങട് നിനക്ക് ബുൾസ ഉണ്ടാക്കി തിന്നാലോ. സാർ എന്നോട് ക്ഷമിക്കണം. എന്താ? അതിന് എന്റെ കയ്യിൽ മുട്ട. മുട്ടയുടെ കാര്യമുണ്ടോ ഞാൻ പറഞ്ഞത്? മുട്ടയുടെ കാര്യം പറഞ്ഞു. എങ്ങനെ പറഞ്ഞാലും മുട്ട എന്ന് പറഞ്ഞ മുട്ട. ഒരു മിനിറ്റ് വാടാ, ഇവിടെ വാ. അവിടുന്ന് മേലിട്ട് പോ. അനിക്കുട്ടനെ കൊണ്ടോ. കുടിച്ചോ. അല്ല സാർ എന്താ കാണിക്കുന്നത് മനസ്സിലായില്ല. പേനിന് വഴി പറഞ്ഞു കൊടുക്കുവാടാ. എന്തിന്? നിന്നെ എന്തേലും പറഞ്ഞു മനസ്സിലാക്കണേനും ഭേദം ആ തലയിരിക്കുന്ന പേനിന് എന്തെങ്കിലും പറഞ്ഞു മനസ്സിലാക്കുവാണെങ്കിൽ അതെങ്കിലും ഇച്ചിരി ചോര കുടിക്കുമല്ലോ. നീ എന്നാടാ ഒളിച്ചു നിൽക്കണേ? IG പോയില്ലേ? സല്യൂട്ട് അടിച്ചതാ.
ഐജി ഏതാ ആംബുലൻസ് ഏതാന്ന് ശിലായുഗ പോലീസിനെയൊക്കെ പിടിച്ചാലോ അതേമേ എന്റെ കൂടെ അല്ലേ സാർ നീല ലൈറ്റും സൗണ്ടും കേട്ടപ്പോൾ ഞാൻ ഐ ജി ആണെന്ന് വിചാരിച്ചു. അല്ലേ പള്ളിയിൽ നീലിലേറ്റുണ്ടോ അവിടെ കുർബാന നടത്തുന്ന ഐജിയാണോടാ? അല്ലേ അല്ലേ വിവരദോഷി നിനക്ക് എന്തേലും ബുദ്ധിയും ബോധമുണ്ടോടാ? അതിന്റെ തൊണ്ടയിൽ ഡ്രില്ലർ ഇരിക്കുന്നു. ഞാൻ എന്റെ കടച്ചിലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാ. സാർ എന്നെ ഇട്ട അല്ലെങ്കിൽ എന്നെ വല്ല പിങ്ക് പോലീസിനും കൊണ്ടേ കൊടുത്തൂടെ? സാറിന്റെ പറഞ്ഞു കേട്ടാ തോന്നുന്നു ഐ ജിയോട് പറഞ്ഞിട്ട് ഞാനാണ് സാറിന്റെ ഫസ്റ്റ് എയ്ഡ് പിടിപ്പിക്കാത്തുള്ളത്. എനിക്കറിയേണ്ട കാര്യമില്ലല്ലോ. എന്നോട് കരയില്ല കേട്ടോ. അന്നേരം കണ്ണു പോയി. എന്ത് ജീവിയാണ് ഞാൻ? SI ആണോ അംഗനവാടിയിൽ ആയാണോ? ഇതിലും കഷ്ടാ പോലീസ് സ്റ്റേഷനില്. അണ്ടൊരു മഞ്ഞ ചോക്കോബാറല്ലേ നടന്നു പോകണം? മനുഷ്യനാണോ? ആരാ? കാശുള്ള വീട്ടിലെ പയ്യനാ കേട്ടോ. അങ്ങനെ സാറിന് മനസ്സിലായി. യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ താടിച്ചെന്ന് വെച്ചാൽ വന്നോ ഒരു മിനിറ്റ്. അയ്യോ ആണ്ടെ സാറുമാരൊക്കെ എന്റെ വീട്ടില് PC റിപ്പീറ്റ്. ഇപ്പൊ വന്നോ അയ്യോ എന്നെ തല്ലിയാ? എന്നെ തല്ലിയാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എങ്ങാനും എന്നെ തല്ലിയ ഞാൻ ആരാന്ന് നിങ്ങൾ അറിയും. അയ്യോ ദിൽക്ക് രാജ്, കണ്ണങ്കര കോളനി, രാത്രിമുഖി പിയോ, ഫോൺ നമ്പർ 8606911613. ഞാൻ പറഞ്ഞല്ലേ എന്നെ തൊട്ടാ ഞാൻ ആരാന്നറിയുന്നത്. നീ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കണത്? എന്റെ പൊന്നു സാറേ ഒന്നും പറയണ്ട. എന്തേലും പറയാനല്ല, പ്രൊഡ്യൂസർ കാശേരിയല്ല. പറയാം. എന്റെ പൊന്നു സാറേ എനിക്കൊരു വലിയ അസുഖമുണ്ട്. എന്തോ സുഖം? ഉറക്കത്തി രാത്രി ഈ തലവണ കെട്ടിപ്പിടിച്ച് അങ്ങ് ഇറങ്ങി പോകുന്നു. എനിക്കറിയാം. എന്നാ? ഓമനാമ പോലീസ്. ഓമനാമ്പുലിസോ? കറക്റ്റ്. എടാ നിന്റെ വീട് എവിടെയാടാ? സാറേ എന്റെ വീട് കളിയിക്കാവിളയിലാ. താനേ വണ്ടി എവിടെ കൊണ്ടാടോ നിർത്തിയിട്ടത്? കോട്ടയം കഞ്ഞിക്കുടിയിലല്ലേ? എടാ വന്ദേ ഭാരതിൽ വന്നവരെ 2 മണിക്കൂർ എടുക്കൂടാ. പിന്നെ എങ്ങനെയാണ് ഇത്ര നേരത്തെ നടന്നു വന്ന്? സത്യം വേണം, കഴിഞ്ഞ വിഷുവിന് അങ്ങനെ നടന്നു തുടങ്ങിയതാണോ? അല്ല, ഇതെന്റെ രോഗത്തിന്റെ ഭാഗമാ. എന്റെ രോഗത്തിന്റെ ഭാഗം. മുട്ടേ നിക്കടാ സാറേ, മുട്ടേ നിക്കടാ. ഇന്ന് ഞാൻ കല്യാണം കഴിച്ച ഭാര്യ. പൊന്നേ എന്നെ മുത്തേ മോളെ ചൈനാണേ പറഞ്ഞേ. ഫസ്റ്റ് നൈറ്റ് ആയിട്ട് ചേട്ടൻ ഇത് എവിടെ പോയതാ? എന്ത് ചെയ്യാനാ, ഒരു പോലീസുകാരനായി പോയില്ലേ. നൈറ്റ് പട്രോളിങ്ങിന് വന്നതാ. ഈ നൈറ്റ് തന്നെ എന്തിനാ ചേട്ടാ പെട്രോൾ മേടിക്കാൻ പോയത്? രാവിലെ പോയാ പോരായിരുന്നോ? മോൾ ഈ പറഞ്ഞ സാധനം 3 മിനിറ്റ് ശേഷം ഞങ്ങൾ നിന്ന് അനുഭവിക്കും. അപ്പൊ ആരും ഞങ്ങൾക്ക് സപ്പോർട്ടിനുണ്ടായില്ല. ഒന്നുമില്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ പോണേക്ക് സാധനമെങ്കിലും മോൾ അടിക്കുക കേട്ടോ. എന്താ ചെയ്യണം? ചേട്ടൻ ഒട്ടും റൊമാൻറ്റിക് അല്ല. ഞാൻ എങ്ങനെ റൊമാൻറ്റിക് ആവും? ചക്കപ്പുറത്ത് മണിയനീച്ചിരിക്കുന്ന പോലെയല്ലേ കല്യാണത്തിന് ബന്ധുക്കളെ ഒന്ന് വീട്ടിരിക്കുന്നത്. ഞാൻ നല്ല റൊമാൻറ്റിക്കാ. സാറേ 1500 രൂപ നല്ലൊരു ഡിസ്പ്ലേ ഇടപെടരുത്. പവിഴം പോൽ പവിഴാങ്കണം പോൽ. ഞാനിങ്ങനെ കിടന്ന് അളിയാറൊന്നുമില്ല കേട്ടോ. സുമുഖം പോൽ അങ്ങനെയല്ലല്ലോ. പവിഴം പോൽ പവിഴാങ്കണം ചുടുചുംബനങ്ങൾ അറിയാല്ല. എനിക്കൊരു ചാൻസ് തരാമോ? ബാക്കി അറിയാം, പഠിക്കോ. പവിഴം പോൽ പവിഴാതരം പോൽ മുകുളം വീരിയും നീന്ത. ടോപ്പ് സിംഗറിന്റെ ഗ്രൂമിങ് കഴിഞ്ഞെങ്കിൽ എന്റെ ഭാര്യനൊന്ന് തിരിച്ചുതരാം. ഒരു പാട്ട് കൂടി പാടിക്കൊടുക്ക. പൊന്നാ ചേട്ടൻ പിന്നെ വിളിക്കാം. സാറേ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ മറന്നുപോയി. സാറിന്റെ ഭാര്യയോട് ഭയങ്കര ആത്മാർത്ഥമായ സ്നേഹമല്ലയോ? ഭയങ്കര സ്നേഹം ആണോ? ഞാൻ ഈ ആത്മാർത്ഥ സ്നേഹത്തിന്റെ കൂടെയാ. ആണല്ലേ? അതെ. ഈ പുള്ളിക്ക് ആത്മാർത്ഥ സ്നേഹം പറയാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഈ പുള്ളി ഇങ്ങനെ ഇരിക്കും, നമ്മൾ പൊങ്ങണമെന്ന് പറയണല്ലോ, ഇത് പറയാൻ പറ്റൂല. അവർ പോട്ടെ. സാർ ചെറിയൊരു സംശയം, ഇന്നത്തെ കാലത്ത് ശരിക്കും ആത്മാർത്ഥ പ്രണയം ഉണ്ടോ? അയ്യോ ആത്മാർത്ഥ പ്രണയം ഉണ്ടോന്നോ? അതൊക്കെ എന്റെ കൂട്ടുകാരൻ സുധി അവന്റെ കാമുകി ശാലിനിയെ രാത്രിക്ക് രാത്രി വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്ന് എന്നിട്ട് അവന്റെ കൂട്ടുകാരൻ ബാബുവിന്റെ വീട്ടിൽ കൊണ്ട് നിർത്തി.
എന്നിട്ട് ശാലിനിയുടെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞു, മോളെ നമുക്ക് ജീവിക്കാൻ ജോലി വേണം, ചേട്ടൻ ജോലി അന്വേഷിച്ചിട്ട് വരാനും. ആണോ? അങ്ങനെ സുധി അവിടുന്ന് പോയിട്ട് 25 വർഷമായി, ഇതുവരെ ആയിട്ട് തിരിച്ചു വന്നിട്ടില്ല. ഇല്ല ഇല്ല. അപ്പൊ ശാലിനി അവിടെയാണ് ശാലിനിയുടെ ആത്മാർത്ഥ സ്നേഹം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇപ്പോഴും സുധി വന്ന് വിളിച്ച ബാബുവിന്റെ 8 മക്കളെ ഉപേക്ഷിച്ച് സുധിയുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന അവള് പറഞ്ഞേക്കുന്നത് ആത്മാർത്ഥമല്ല സ്നേഹം. ഞാൻ നിന്നെ എങ്ങനെയാണ് നിർത്തിയത്? ഞാൻ കാണിച്ചു തരാം. നിക്കടാ സാറേ, നിക്കടാ നിക്കടാ. നിന്റെ പോക്കറ്റിലൊക്കെ ഒന്നുമില്ല. നിന്റെ പോക്കറ്റിൽ എന്താ ഇതെന്താ? കാണിച്ചടാ. ഇതെന്നതാണിത്? സാറേ, ഇത് അത്ഭുത മിഷനാ. അത്ഭുത മെഷീനോ? അതെങ്ങനെ മനസ്സിലായി? ഞാനും എന്റെ ഭാര്യയും കൂടി ഇന്നലെ ആശുപത്രി പോയായിരുന്നു. അപ്പൊ അവിടുന്ന് കിട്ടിയ അത്ഭുത മിഷൻ ഇത്. അതെങ്ങനെ നിനക്ക് മനസ്സിലായെന്ന്? സാറേ, ഡോക്ടർ ഇത് അവളുടെ വായി കുറച്ചു നേരം വെച്ചു കൊടുത്തപ്പോ അവൾ ഉണ്ടായിരുന്നു സാറേ. എടാ വെണ്ടേമണിയാ, ഇത് തെർമാമീറ്റർ ആടാ. നിങ്ങൾക്ക് ഇത് തെർമാമീറ്റർ, എനിക്കിത് അത്ഭുത മിഷനാ. നീ ഈ അത്ഭുത മിഷന്റെ സാധനം അടിച്ചത് കൊണ്ട് നീ നാളെ ആരെങ്കിലും വിളിച്ച് സ്റ്റേഷനിൽ നിന്ന് പോയാൽ മതി. അയ്യോ, എനിക്ക് നാളെ സ്റ്റേഷനിൽ വരാൻ പറ്റത്തില്ല. അതിനാ സാറേ, എനിക്ക് നാളെ അമ്പലം വരെ ഒന്ന് പോകണം. എന്നെ എടുക്കാനായിട്ട്? എനിക്ക് ഭയങ്കര സർപ്പദോഷമുണ്ട് സാറേ. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഇന്നലെ രാത്രി ഞാൻ ഏണിയും പാമ്പും കളിച്ചോണ്ടിരുന്നപ്പോ എന്നെ പാമ്പ് വീണു. നല്ലൊരു ദിവസമായിട്ട് തല്ലണ്ടല്ലോ ഉപയോഗിക്കുമ്പോ ഈ വെണ്ടയമണിയൻ ചോദിച്ചു മേടിക്കും. അയ്യോ നിനക്ക് എത്ര വയസ്സുണ്ടാ? 32. എടാ 28ാമത്തെ വയസ്സിൽ ഞാൻ എസ് ഐ ആയടാ. 28ാമത്തെ വയസ്സിൽ ആ നിൽക്കുന്ന ചില്ലലമാരാ 10 വയസ്സുള്ള ബുദ്ധിയിലെങ്കിൽ അവൻ പി സി ആടാ. ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോടാ? എന്തെങ്കിലും ലക്ഷ്യമുണ്ടോടാ? എടാ ഇങ്ങനെ നറുകിച്ച് ജീവിക്കണേക്കാൾ നല്ല പോയി ആത്മഹത്യ ചെയ്യണോടാ. എന്നാ പറഞ്ഞേ? പോയി ആത്മഹത്യ ചെയ്യണം. ഇനി ഒന്നും പറയരുത്. ഇത് എന്നാ ചെയ്യണമെന്ന് എനിക്കറിയാം. കണ്ടോ, ഞാനാ തെറ്റുകാരൻ. എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്റെ അച്ഛനെ ഒന്ന് വിളിക്കണം. എന്തൊക്കെ ആഗ്രഹമല്ലേ നിന്റെ അച്ഛനല്ല. എന്റെ അച്ഛനെ ഒന്ന് വിളിക്കണം. ഫോൺ തന്നെ. പാസ്വേഡ് 1 2 3. പറഞ്ഞത് നന്നായി, ഭയങ്കര ടഫ് പാസ്വേഡ്. ഹലോ പപ്പ, ഇത് പപ്പയുടെ മകനാ ദിൽക്കു. എനിക്ക് എന്റെ തെറ്റുകൾ മനസ്സിലായി പപ്പ. എന്റെ കണ്ണ് തുറപ്പിക്കാൻ കാരണക്കാരനെ ഒരാളുണ്ട്, കോട്ടയം എസ് ഐ. എന്നാ സാറേ പേര്? അരുൺ എസ് ഐ. വരുൺ ഐസ്ക്രീം. അരുൺ എസ് ഐ. അരുൺ എസ് ഐ. അപ്പൊ അച്ഛനോട് ഞാൻ സങ്കടത്തോടെ ഒരു കാര്യം പറയട്ടെ. അച്ഛന്റെ മകൻ മരിക്കാൻ പോവാണ്. അതുകൊണ്ട് എന്റെ ഫോണിലോട്ട് വിളിക്കരുത്, കിട്ടത്തില്ല. ഇനി എന്തെങ്കിലും എന്നെ പറ്റി അറിയണമെങ്കിൽ ഈ വർണ്ണസയുടെ ഫോണിലോട്ട് വിളിക്കണം. ഇനി എന്റെ കാര്യം പുള്ളിയാ. ഓക്കെ ബൈ. 3 മണിയാടാ. ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകൂടാ, വൈഫിന്റെ അടുത്തേക്ക് പോകൂടാ. സാർ എവിടെ പോണ്? അതിനാ അവൻ ചത്തുപോന്ന് വിളിച്ചു പറഞ്ഞ സാറിന്റെ ഫോണിൽ നിന്ന്. എന്നാ പറയണേ? ഇനി അവൻ എന്ത് പറ്റിയാലും മൊത്തം ഉത്തരവാദിത്തം സാറിനായിരിക്കും. മക്കളെ കണ്ണ എന്തിനാടാ മരിക്കണത്? സാറേ, ഞാൻ മരിക്കും. മരിക്കണ്ടടാ സാറേ, ഇതെന്നാ സാറ് കണ്ടോ? ഹായ് മിൽക്ക് മെയ്ഡ് വിഷക്കുപ്പി. അവ എന്താ എനിക്ക് വേണ്ട. ഇത് ഞാൻ കുടിച്ച് ചാവും സാറേ. എടാ മരിക്കലടാ. സാറേ, സാറിനറിയാവോ? ഇല്ല. 1 വയസ്സ് മാത്രം എനിക്ക് പ്രായമുള്ളപ്പോ എന്റെ അമ്മ എന്റെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് സാറേ. എന്തെന്ന്? അമ്മയുടെ കൊച്ചു കള്ള, അമ്മയുടെ കൊച്ചു കള്ളാന്ന്. ആണ്ടെ അത് നിന്നെ കൊഞ്ചിച്ചതാ. അപ്പൊ എന്റെ അമ്മ എന്നെ പറ്റിക്കുമായിരുന്നു. ഇത്രയും വർഷം ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പോന്നപ്പോ എന്തോ അടിച്ചോണ്ട് പോന്നെന്നാ. പക്ഷെ അങ്ങനല്ല, എന്നെ പറ്റിച്ച്. എടാ ജനിതക ശാസ്ത്രത്തിന് വിരോധമായി ജനിച്ചവന് നീ എന്നെ ഒക്കെ പിച്ചും പയ്യും അവിടെ വിളിച്ച് പറയണത്. സാറേ, ഞാൻ ചാവും സാറേ. സെറ്റ് ആണ്ട് എന്റെ കയ്യില് വലങ്ങിട്ട് വെച്ചു. സാറിനോട് അപ്പോഴേ പറഞ്ഞല്ലേ എന്നെ ഇട്ടില്ലെങ്കിൽ വല്ല പിങ്ക് പോലീസിനെയും കൊണ്ടേ കൊടുക്കുക. അത് പോയി എടുക്ക്. മിസ്റ്റർ ദിൽകുച്ച്, ആ കുപ്പി എനിക്ക് തരൂ. അത്യാവശ്യമാണോ? യെസ് തരാം. താങ്ക് യു. കുപ്പി കറക്റ്റായിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്. താങ്ക്സ്. ആണ്ടെ ഇതിലിരുന്ന് വിഷം എന്ത്? അതവൻ കുടിച്ചു. സാറേ, എന്തോ എനിക്കൊരു അന്ത്യാഭിലാഷമുണ്ട്. എന്റെ പപ്പ വിളിക്കുമ്പോ സാറ് പറയണം പപ്പയുടെ ദിൽക്കു പാവമായിരുന്നു. കുറച്ച് മാറാവോ? മാറാം. ആണ്ട് സാറ് വിഷം കുടിപ്പിച്ചു കൊടുത്ത്
പാവപ്പെട്ടവനെ എന്റെ സാറ് വിഷം കുടിപ്പിച്ച് കൊന്നേ. രക്തക്കറകൾ പുരണ്ടല്ലോ. അയ്യോ ചമങ്ങിരിക്കുന്നേ, കടന്ന് കൈ ഓടിക്കുന്നേ. അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകർക്കെല്ലാം നന്ദി. ഇത് നിങ്ങൾ തരികിടയോ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ 489ാമത്തെ എപ്പിസോഡായിരുന്നു. അതിൽ പങ്കെടുത്ത നമ്മുടെ SI സാറിനും PC സാറിനും ഒരു നല്ല കയ്യടി കൊടുത്തേ. അപ്പം സാറേ ഇതാണ് നമ്മുടെ ക്യാമറ. ഒരു ഹായ് കൊടുത്തേ. അപ്പൊ സാറേ ഞാൻ ഇതിന്റെ വീഡിയോ സാറിന് വാട്സപ്പിൽ അയച്ചു തരാം. സാറ് സബ്സ്ക്രൈബ് ചെയ്യണം, അമർത്തണം. സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ ചെയ്യാം, ബെല്ല് ഞാൻ ഇപ്പൊ അമർത്താം. എടാ നിനക്ക് എടാ ഈ കിടക്കണ വണ്ടി കണ്ടിട്ട് ഐസ് വണ്ടിയായിട്ട് തോന്നുന്നുണ്ടോടാ? ഐസ് വണ്ടിയായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. എടാ എന്നെ കണ്ടിട്ട് നിനക്ക് കോളേജ് വെക്കാമെന്നവനായിട്ട് തോന്നുന്നുണ്ടോടാ? ഇല്ല. എടാ സൈക്കിൾ ഇവിടെ നോക്കണ. എടാ എന്നെ കണ്ടിട്ട് കൈ നോക്കാൻ വന്നിട്ട് നിനക്ക് തോന്നിയോടാ? അപ്പൊ നിനക്ക് ഒരു ഗുരുവില്ല. എടാ നിശാശലഭമേ, രാത്രി പോലീസുകാര് ഡ്യൂട്ടി ചെയ്യേണ്ട സ്ഥലത്ത് വന്നിട്ട് നിനക്ക് ഞങ്ങളെ പറ്റിക്കണല്ലേ? അയ്യോ ബിസി നശിപ്പിച്ചേ. മൂലക്കോട്ട് മാറിയിരുന്നോളാം. അങ്ങോട്ട് മാറി. ഈ സ്കിറ്റ് ചെയ്തിരാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ? കോബ്രവൺ സ്പീക്കിംഗ്. കോളേജ് ഹോസ്റ്റലിൽ ലഹരി വസ്തുക്കളുമായി 2 യുവാക്കൾ കയറിയിട്ടുണ്ട് എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആ പരിസര പ്രദേശത്തുള്ള പോലീസുകാർ എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ്. കോബ്ര ടു റിപ്ലൈയിങ്. SI അരുണും കോൺസ്റ്റബിൾ പിട്ടാസും എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതാണ്. അല്ല സാർ, സാറിന്റെ വൈഫ് അവളെ ഞാൻ അടുത്ത വർഷം കണ്ടോളാം. എടോ നമ്മൾ ഈ യൂണിഫോം ഇട്ട് നടക്കണത് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനാ. ഇപ്പൊ ഓരോരുത്തന്മാർ ലഹരി എന്ന് പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. അവന്മാരെ നമ്മൾ പൊക്കും, വണ്ടി കയറി. പിന്നെ നിന്നോടൊക്കെ ഒരു കാര്യം, എടാ നീയൊക്കെ ഈ ക്യാമറ വെക്കണത് ഇത്രയിലുള്ള ലഹരി പരിപാടിക്കെതിരെയാണെങ്കിൽ സമൂഹത്തിനെങ്കിലും അത് ഗുണം ചെയ്യും. അല്ലാണ്ട് പാവപ്പെട്ടുള്ള പോലീസുകാരെ കരുവാക്കല് കേട്ടോ. വണ്ടി ഇടോ.